റെഫറൻസ് ഇമേജ് കണ്ടോ? ഇത് റെഫറൻസ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു പെയിന്റിംഗ് ആണ്, ഓയിൽ പെയിന്റിംഗ് ആണ്. ആരുടെയാണ് അറിയില്ല, ആർട്ടിസ്റ്റിന്റെ പേര് എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അതെടുത്ത് വരച്ചു തുടങ്ങുകയാണ്. പക്ഷേ ആ ചിത്രത്തിൽ അതേപോലെ വരയ്ക്കില്ല. അതിലത്തെ ഏകദേശം കുറച്ച് കളേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം ആ ഒരു കോമ്പിനേഷൻ തന്നെ, ആ ഒരു കോമ്പോസിഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കല്ലുകളൊക്കെ വെച്ച രീതി, പക്ഷെ ചില കല്ലുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ഒരു സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, കൂടുതൽ ഡീറ്റെയിൽ ആക്കാതിരിക്കാൻ നോക്കുന്നുണ്ട്. വെള്ളം വരണമൊക്കെ നമ്മളെ രീതിയിൽ മാറ്റിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ മരങ്ങളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ കുറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരു ഡിസ്റ്റൻസിന് വേണ്ടി കുറച്ച് വരട്ടൊക്കെ ഉപയോഗിക്കുന്നത് കാണാം. ഞാൻ ഈ പെന്നോണ്ട് സ്കെച്ച് ചെയ്യുന്നതിന് പകരം പെൻസിലോട് സ്കെച്ച് ചെയ്യുന്നത് തുറക്കാർക്ക് കൂടി ഈസി ആയിട്ട് തോന്നാനാണ്. ഇതാണ് എന്റെ പെന്ന്. സാധാരണ ജെൽ പെന്നാണ്, 10 രൂപയുടെ ജെൽ പെന്നാണ്. ഇത് ഉപയോഗിക്കാൻ കാരണം ഇതിന്റെ വാട്ടർ പ്രൂഫ് ക്വാളിറ്റിയാണ്. അതായത് ഇതിന്റെ മുകളിൽ കളർ നമുക്ക് വാഷ് ചെയ്താലും ഇത് സ്പ്രെഡ് ആവില്ല. ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്ന V5 പെന്ന് കളർ സ്പ്രെഡ് ആയി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് വാട്ടർ പ്രൂഫ് അല്ലായിരുന്നു. അതിന്റെ മുകളിൽ നമ്മൾ വെള്ളം വെച്ചാൽ അത് ഇങ്ക് സ്പ്രെഡ് ആയി പോകുമായിരുന്നു. ഇത് സ്പ്രെഡ് ആവില്ല. വരയ്ക്കുമ്പോൾ കുറച്ച് സ്മൂത്ത്നെസ് കുറവുണ്ടെങ്കിലും വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ മരങ്ങളൊക്കെ വരയ്ക്കണ അതിലുള്ള പോലെ തന്നെ കോപ്പി ചെയ്യുന്നില്ല. ഏകദേശം ഒരു കോമ്പോസിഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നമ്മുടേതായ രീതിയിൽ മാറ്റുകയാണ്. മരങ്ങളൊക്കെ അതേ സ്ഥാനം തന്നെയാണെങ്കിൽ പോലും ഞാൻ എന്റേതായ രീതിയിലുള്ള മരങ്ങളെ വരയ്ക്കുന്നത്. ഒരിക്കലും കർവി ലൈൻസ് ഒന്നും ഉപയോഗിക്കുന്ന സ്ട്രൈറ്റ് ലൈൻസ് കൂടുതൽ ഉപയോഗിച്ചാണ് ഓരോരോ ഷേപ്സ് വരയ്ക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആക്കാനും ശ്രമിക്കുന്നില്ല, കാരണം നമുക്ക് കൂടുതൽ വാട്ടർ കളറാണ് ചെയ്യാനുള്ളത്. അത് അടുത്ത ലെയറിൽ വാട്ടർ കളർ ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ ലെയറിൽ 1-2 ലെയർ ഉപയോഗിക്കാം. അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യം പോലെ. പക്ഷെ പെൻ ആൻഡ് വാഷ് ചെയ്യുന്ന സമയത്ത് പെൻ സ്കെച്ച് ചെയ്തതിന് ശേഷം വളരെ കുറച്ച് വാട്ടർ കളർ ഉപയോഗിക്കണം അതിന്റെ ഒരു ചന്തം. അല്ലെങ്കിൽ പെൻ വാഷിന്റെ ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ പല ആർട്ടിസ്റ്റുകൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഫുള്ള് പെയിന്റിംഗ് പോലെ തന്നെ ആക്കും. പിന്നെ അതിന് കാര്യമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം പോലെ ചെയ്യട്ടെ, അത് വേറെ കാര്യം. പിന്നെ അതിൽ കളർ കോമ്പിനേഷൻ ആ ചിത്രത്തിൽ കണ്ടല്ലോ, റെഫറൻസിന്റെ ഇതിൽ അതേ കളർ കോമ്പിനേഷൻ വേണമെന്നും നിർബന്ധമില്ല. നമുക്കതൊക്കെ മാറ്റിമറിക്കാം. നമ്മൾ നമ്മുടേതായ സ്വാതന്ത്ര്യങ്ങൾ എടുത്തിട്ട് പരമാവധി പഠിക്കാൻ ശ്രമിക്കണം, പുതിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കണം. അത് ചിലപ്പോൾ കേടുന്നു പോകും, പക്ഷെ അതൊരു പഠനമായിട്ട് എടുക്കണം. അങ്ങനെ ആ ചിത്രത്തിന്റെ വീണ്ടും വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ പുതിയ പഠനങ്ങൾ നമുക്ക് കിട്ടും. ഓരോ തവണ നമ്മൾ ഓരോ ചിത്രം വരയ്ക്കുമ്പോൾ ഓരോ കാര്യങ്ങളെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ തെറ്റുന്നതാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. ചിത്രം നന്നായി വരച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെ നമുക്കൊരു അത് ഫെയിൽ ആവലുണ്ടാവണം. കാരണം അതിന് കുറെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളൊരു ഒന്നുണ്ടാവണം. നിങ്ങൾക്ക് കണ്ടിരിക്കാൻ ക്ഷമ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കുറച്ച് സ്പീഡ് കൂട്ടിയത്. പെൻ സ്കെച്ച് ആവുകൊണ്ട് തന്നെ കൂടുതൽ സമയം എടുക്കും, നിങ്ങൾക്ക് അറിയാലോ. അതിനനുസരിച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കാണിക്കുന്നത്. പെൻ സ്കെച്ച് കഴിഞ്ഞു. നമ്മൾ വാട്ടർ കളർ ചെയ്യാണ്. ലെമൺ യെല്ലോ ആണ് അതെടുത്തത്. കുറച്ച് പെർമനന്റ് ഗ്രീൻ ചേർത്ത് വാഷ് ചെയ്യാനൊക്കെ ശ്രദ്ധിച്ചറിയാം. വളരെ സ്പീഡായിട്ടാണ്, ഇത്രയും സ്പീഡില്ല. നിങ്ങൾക്ക് സ്പീഡ് കുറച്ച് കാണണമെങ്കിൽ അവിടെ യൂട്യൂബിൽ കൺട്രോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സെറ്റിംഗ്സ് ഉപയോഗിച്ച് സ്പീഡ് കുറച്ച് കാണുക. സാപ്പ് ഗ്രീൻ ഉപയോഗിക്കണം. ഫ്രഷ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കളർ കണ്ടന്റ് ഇതിലുണ്ട്. ലൈറ്റ് ആയിട്ടല്ല ഉപയോഗിക്കുന്നത്, കാരണം ഒറ്റ ലെയറിൽ ഞാനത് തീർക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ലെയറിൽ തന്നെ ആ കളർ വരണം എന്നുള്ളൊരു ഇതുണ്ടാവുകൊണ്ടാണ് അതിന് നന്നായി കളർ ഉപയോഗിക്കുന്നത്. ലെമൺ യെല്ലോയും കുറച്ച് ഗ്യാമ്പു യെല്ലോയും സാപ്പ് ഗ്രീനും മാത്രമാണ് ഇതുവരെ ഉപയോഗിച്ചത്. ഇവിടെ ശ്രദ്ധിച്ച് പേടിച്ചൊന്നുമല്ല ചെയ്യുന്നത്. കണ്ടോ, സാപ്പ് ഗ്രീൻ കുറച്ച് കട്ടിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? അപ്പോൾ അത് ഉപയോഗിച്ച് കുറച്ച് ലൈറ്റ് ആയിട്ടായിരുന്നു, കുറച്ച് തിക്കായിട്ടാണ് ഉപയോഗിക്കണേ. അപ്പോൾ പരീക്ഷണങ്ങളാണെല്ലാം നിങ്ങൾക്കറിയാലോ. നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കും എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് സ്മൂത്ത് പേപ്പറാണ്. എന്റെ സാധാരണ 180 GSM ഡ്രോയിങ് ബുക്ക്, സ്കെച്ച് ബുക്കാണിത്. സൈക്കിൾ സ്റ്റോറി ഒക്കെ ചെയ്തില്ല അതേ ബുക്ക് തന്നെ. ഇവിടെ ലെമൺ യെല്ലോ തെറിപ്പിച്ച് കണ്ടോ നിങ്ങള്? അപ്പൊ അവിടെ ഞാൻ മുഴുവനായിട്ട് പെയിന്റ് ചെയ്യുന്നില്ല, ഒരു ഫ്രെയിം ആയിട്ട് പെയിന്റ് ചെയ്യല്ല, എഡ്ജ് ഇങ്ങനെ റഫ് ആയിട്ട് നിർത്തുന്ന പോലെയാണ്. കഴിഞ്ഞ പെയിന്റിങ് ഞാനത് പറഞ്ഞിരുന്നു. അപ്പൊ നോക്കിയാൽ അറിയാം, ഡാർക്ക് ഗ്രീൻ ഉപയോഗിക്കുന്നുണ്ട്, ബ്ലൂ മിക്സ് ചെയ്ത ഗ്രീൻ ഉപയോഗിക്കുന്നുണ്ട്, സാപ്പ് ഗ്രീൻ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ബേൺസീൻ ഉപയോഗിക്കുന്നുണ്ട്, ഓറഞ്ച് ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ഗ്രീനിൽ നിന്നൊരു ഓറഞ്ചിലേക്ക് ട്രാൻസിഷൻ കണ്ടോ? താഴത്തുമ്പോൾ കൂടുതൽ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടോ ചെയ്യണേ? എഡ്ജൊക്കെ ഇങ്ങനെ പുല്ലുപോലെ നിർത്തുന്നൊക്കെ ഉണ്ട്. എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യണമെന്നില്ല, അതൊക്കെ കാഴ്ചക്കാർ തീരുമാനിക്കട്ടെ എന്ന്. നമുക്ക് നമ്മളുടെ കുറച്ച് കാര്യങ്ങൾ വരയ്ക്കാം, ബാക്കിയുള്ളത് കുറെ കാര്യങ്ങൾ കാഴ്ചക്കാർക്ക് കൊടുക്കാം. അവർ തീരുമാനിക്കട്ടെ എന്താണെന്ന്. അവർക്ക് ഇഷ്ടമുള്ള പോലെ കാണട്ടെ. നമ്മളിതൊരു ഇംപ്രഷനിസ്റ്റിക് സ്റ്റൈലുള്ള ചിത്രമല്ലേ വരയ്ക്കണേ. അപ്പോൾ ആൾക്കാർക്കും അതിൽ കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം. ബ്രൗണും ഡാർക്കും ഗ്രേയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഡാർക്ക് ബ്ലൂ, ഡാർക്ക് ബ്രൗൺ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ബ്ലൂയും ബ്രൗണും ബേൺസീനും മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. കൊബാൾട്ട് ബ്ലൂയും ബേൺസീനും മിക്സ് ചെയ്യുന്നുണ്ട്, അൾട്രാമറൈൻ ബ്ലൂയും ബേൺസീനും മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്രേകൾ ഉണ്ടാക്കുന്നുണ്ട്, ഡാർക്ക് കളേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഒരേ സമയത്ത് തന്നെ ലൈറ്റ് ആയിട്ടുള്ള കളർ ഉപയോഗിക്കുന്നുണ്ട്, അതേ സമയത്ത് തന്നെ ഡാർക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ ലെയറിൽ തന്നെ നമ്മൾ ആ ഭാഗം തീർത്തെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ഇനി വളരെ കുറച്ച് ഭാഗത്ത് മാത്രമേ തേർഡ് ലെയർ നമ്മൾ ചെയ്യൂ.
ഇപ്പൊ സെക്കൻഡ് ലെയർ എന്ന് വേണമെങ്കിൽ പറയാം. കല്ലിന്റെ ഭാഗമൊക്കെ ആ വെള്ളം വരുന്ന ഭാഗത്ത് ബ്രഷിന് തുമ്പോണ്ട് ജസ്റ്റ് ആ ഒഴുക്കിന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് കളർ ഇടുന്ന ശ്രദ്ധിച്ചറിയാം. പിന്നെ ആ കല്ലിന്റെ ഭാഗത്ത് താഴത്ത് വരുന്ന കളറൊക്കെ ആയിട്ട് സ്പ്രെഡ് ആക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു ഒഴുക്കുണ്ടാക്കി എടുക്കണം അവിടെ. ആ ഒരു ബ്രഷ് ഉപയോഗിക്കുന്ന രീതിയിലാണ് ആ ഒഴുക്കുണ്ടെന്ന് ഫീൽ ആവുന്നതും പിന്നെ ആ കളർ ഉപയോഗിക്കുന്നതിലും. കുറച്ച് വയലറ്റും ബ്ലൂ ഒക്കെ ഉപയോഗിക്കുന്നത് കുറച്ച് ദൂരേക്കും അടുത്തേക്ക് എത്തുമ്പോൾ ആ ഒരു മണ്ണിന്റെ കളറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ ബ്രഷ് ഉപയോഗിക്കുന്ന രീതിയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ലൈവ് ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. എന്തുകൊണ്ട് നമ്മൾ ഓരോ കളർ ഉപയോഗിക്കണമെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഞാൻ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. ഇവിടെ കണ്ടോ ആ ചിത്രത്തിൽ ഇല്ലാത്തൊരു കളറാണ് ഞാൻ ഉപയോഗിക്കുന്നത്, വയലറ്റ്. അവിടെ അങ്ങനെ ലൈറ്റ് വയലറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വയലറ്റ് ഉപയോഗിക്കാൻ കാരണം വെച്ചാൽ മുന്നിൽ നിൽക്കുന്ന മരങ്ങളും പിന്നിൽ നിൽക്കുന്ന ആ ഒരു ദൂരം കാണിക്കുന്ന ഭാഗവും വേറിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഇതിങ്ങനെ ഒരു ബോർഡർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ അങ്ങനെ എല്ലാവരും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഡാർക്ക് ഗ്രീനും വയലറ്റും മിക്സ് ചെയ്തിട്ട് ആ മരത്തിനെ നമ്മളങ്ങ് കട്ട് ചെയ്ത് നിർത്തുക, നെഗറ്റീവ് പെയിന്റിംഗ് പറയും. അങ്ങനെ നിർത്തിയിട്ട് ചെയ്യാണ്. എഡ്ജ് ഒരിക്കലും നമ്മൾ ബ്ലെൻഡ് ചെയ്ത് ഇവിടെ ഒന്നും ചെയ്യണില്ല. ബ്രഷിന്റെ സ്ട്രോക്കുകളായിട്ട് തന്നെ ഡോട്ടുകളായിട്ടും ഒക്കെ നിർത്തുകയാണ്. ഇത് ചെയ്യാൻ ഒരു ധൈര്യം വേണം. അത് നിങ്ങൾ ചെയ്ത് ശീലിച്ചാൽ മനസ്സിലാവും. ആദ്യമൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും അങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ നിർത്തിപ്പോരാൻ നമുക്കൊരു ഒരു എന്തൊക്കെയോ ഒരു പരിവരുപ്പ് തോന്നും. അത് മാറി മാറി വരും. കുറച്ച് കഴിയുമ്പോൾ ചെടികളും പുല്ലുകളൊക്കെ വരയ്ക്കുകയാണ്. അതിനെ കുറച്ച് ആ ഒരു വയലറ്റിന്റെ മുകളിൽ കുറച്ച് ഗ്രീൻ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്മൂത്ത് പേപ്പറാണ് നല്ല ഒലിച്ചു വരും. അപ്പോൾ ഇങ്ങനത്തെ പേപ്പർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ചെരിച്ച് വെക്കരുത്. അല്ലാതെ ചെരിച്ച് വെച്ചാൽ നല്ലോണം കളർ താഴെ ഒലിച്ചു വരും. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ പേപ്പർ ടേബിളിന് മുകളിൽ നിരത്തി വെച്ചിട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് ഒലിച്ചു വരുന്നത് കാണാം. മുകളിലുള്ള കളർ ഉപയോഗിച്ചത് ആ ഒരു സാബ് ഗ്രീനിക്ക് അല്ല ലെമണിലേക്ക് ഒലിച്ചു വരുന്നത് കാണാം. സാബ് ഗ്രീൻ മുകളിൽ നിന്ന് ലെമണിലേക്ക് ഒലിച്ചു വരുന്നത് കാണാം. അതിനൊപ്പം തന്നെ കുറച്ച് ഓറഞ്ചും ബെൻസിനൊക്കെ ചേർക്കുന്നുണ്ട്. അതായത് ഒരു കളർ പല പല കളർ ഉപയോഗിച്ച് ഒറ്റയടിക്ക് ചെയ്ത് തീർക്കുന്ന രീതിയാണ്. സ്മൂത്ത് പേപ്പർ ആയതുകൊണ്ട് തന്നെ ബ്ലെൻഡിങ് ഒക്കെ വേറെ രീതിയിലാവും. റഫ് പേപ്പർ പോലെയല്ല. പിന്നെ ഈ എഡ്ജിൽ വരയ്ക്കണമൊക്കെ ഉണ്ടാവും. പുല്ലും ചെടിയാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വൈറ്റ് സ്പേസ് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അതായത് ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് അവിടെ വെളിച്ചം വീണ നേരത്തിലുള്ള പുല്ലുകളായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ അവിടെ കിട്ടുമ്പോൾ അവിടെ പുല്ലുകളെ തന്നെ വരയ്ക്കുന്നുണ്ട്. ഡാർക്ക് കളർ ഉപയോഗിക്കുന്നു. ഇനിയിപ്പോൾ ആ കല്ലുകളെ വരയ്ക്കേണ്ടത് അവിടെ നമുക്ക് മോൾ ഭാഗം, അതായത് കല്ലിന്റെ മോൾ ഭാഗം ഹൈലൈറ്റ് ആയിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ മരക്കൊമ്പ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, മരക്കൊമ്പ് വരയ്ക്കണം. താഴെയുള്ള കുറച്ച് ഡീറ്റെയിൽ നമുക്ക് ചേർക്കാണ്ട്. കല്ലിന്റെ മരക്കൊമ്പിൽ തന്നെ ഞാൻ ഒരു കളർ മാത്രമല്ല ഉപയോഗിക്കുന്നത്. ബ്ലൂ ഉപയോഗിക്കുന്നുണ്ട്, ബ്രൗണും ബ്ലൂ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്, ലൈറ്റ് ആയിട്ട് ഒരു ഗ്രേ കളർ ഉപയോഗിക്കുന്നുണ്ട്, ഗ്രീൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ബ്രഷ് നിങ്ങൾക്ക് അറിയില്ല. അത് ഞാൻ പുതിയത് വാങ്ങിയ ബ്രഷാണ്. നീഡിൽ ബ്രഷ് എന്ന് പറയും. ഓൺലൈനുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ വാങ്ങിയ വളരെ നന്നായിട്ട് ഉപയോഗിക്കാം. ഞാൻ റിഗർ ബ്രഷാണ് ഇതുവരെ ഉപയോഗിച്ചിരുന്നത് അങ്ങനെ ചെയ്യാനൊക്കെ. അതിനേക്കാൾ നന്നായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ നന്നായിട്ട് വെള്ളം ഹോൾഡ് ചെയ്യും. അപ്പോൾ ആ ഒരു വലിയ ഭാഗത്ത് നന്നായി വെള്ളം ഹോൾഡ് ചെയ്യുന്നതിനെ കളർ ഹോൾഡ് ചെയ്യുന്നതിന് നമുക്ക് കുറേ സമയം ആ ഒരു ലൈൻ വരയ്ക്കാം. എന്നാൽ തിന്നായിട്ട് ലൈനുകൾ വരയ്ക്കുകയും ചെയ്യാം. ഇതൊരു സെറ്റ് ബ്രഷാണ് കേട്ടോ, ഒരു ബ്രഷ് അല്ല, ഒരു സെറ്റ് ഉണ്ട്. ഇതിൽ ചെറിയ ബ്രഷുകളുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ താഴ്ത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം. കൊമ്പ് ജില്ലയ്ക്ക് വരയ്ക്കാൻ നല്ല രസമാണ്. ഇത് മാത്രമല്ല, അങ്ങനെ ഇലക്ട്രിക് ലൈനുകൾ വരയ്ക്കില്ലേ, അതിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് പല ആർട്ടിസ്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് വാങ്ങിയതാണ് ഞാൻ. അത് റിഗർ ബ്രഷാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ലെയർ, ശരിക്കും ഇതാണ് രണ്ടാമത്തെ ലെയർ അല്ലെങ്കിൽ മൂന്നാമത്തെ ലെയർ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ആ ഒരു കല്ലുകളുടെ ഡീറ്റെയിൽ ചേർക്കുന്നുണ്ടോ? ഇത് ചേർക്കുന്നതിൽ ഒരു രീതിയുണ്ട്, ലൈറ്റ് ആൻഡ് ഷെയ്ഡൊക്കെ വരണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് ചെയ്യണം. അത്ര ചെറിയ ചിത്രമാണ് ഇത്, വലിയതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ബ്രഷ് മതി. കുറേ സ്ഥലത്ത് നമ്മൾ ഈ ലെയർ ചെയ്യണില്ല, വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ചെയ്യണ്ടൂ. ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം കുറച്ച് ഡോട്ടുകൾ, ലൈനുകൾ, ഷാഡോസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫെയിൽ ആയാലും എനിക്ക് അയക്കണം വാട്സപ്പിൽ. എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിലൂടെ ചേർക്കുന്നുണ്ട്. വാട്സപ്പിൽ അയക്കുക. എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. കുറേ കാര്യങ്ങളും ചെയ്ത് ഡീറ്റെയിൽ ആക്കി പെയിന്റിങ് രീതിയിൽ ആക്കാതെ ഒരു ഇല്ലസ്ട്രേഷൻ രീതിയിൽ തന്നെ ഇതിനെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്ന എവിടെയാ? ആ കല്ലിന്റെ ഭാഗത്ത്. അതായത് ആദ്യം ഒരു ലൈറ്റ് ലെയർ ഇട്ടു, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഡാർക്ക് ഇട്ടിരുന്നു, പിന്നെ അതിന്റെ ഡീറ്റെയിലും ചേർത്തു. അപ്പോൾ പിന്നിലുള്ള മരങ്ങൾക്കൊന്നും അത്ര ഡീറ്റെയിൽ കൊടുത്തിട്ടില്ല. പിന്നിലുള്ള ഡീറ്റെയിൽ എന്താ ചെയ്തേ? ഇലകൾ വരച്ചു, പിന്നെ മരത്തിന്റെ തടി വരച്ചു. ഇവിടെ ഉണ്ടോ ആ റൈറ്റ് സൈഡിലുള്ള കല്ലിന് കുറച്ചുകൂടി ഒരു വയലറ്റ്, ഒരു പിങ്ക് വയലറ്റ് പോലത്തെ കളർ ഉപയോഗിച്ചു. അതായത് ക്രിംസൺ കൂടുതലുള്ള വയലറ്റ് കളർ ഉപയോഗിച്ചു. അതിന്റെ മുകളിൽ കുറച്ച് ഓറഞ്ച് ചേർത്തു. അവിടെ ഭയങ്കര വെളിച്ചം വീടിന് ഫീൽ ഉണ്ടാക്കാൻ ആ ഓറഞ്ച് ചേർക്കുമ്പോൾ പറ്റും. പിന്നെ ഷാഡോ വരുന്ന പോലത്തെ വയലറ്റ് വരുമ്പോൾ നമുക്കതൊരു ഓപ്പോസിറ്റ് കളേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് കിട്ടും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിപ്പോൾ ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് പഠിക്കുക എന്നുള്ളതാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സാവധാനം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വാട്സപ്പ് വഴി നിങ്ങൾക്ക് പിന്നെ സപ്പോർട്ട് തരുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം. എനിക്ക് ഹെൽപ്പ് ആവും, നിങ്ങൾക്ക് ഹെൽപ്പ് ആവും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.